അമ്മ സംഘടന എക്സിക്യൂട്ടീവ് പിരിച്ചുവിട്ടിരിക്കുന്നു. എന്താണ് താങ്കളുടെ ഏറ്റവും പുതിയ പ്രതികരണം? എന്റെ പ്രതികരണം ഇതൊരു ധാർമ്മികമായ നിലപാടാണ്. അതായത് ഭരണസമിതിയിലുള്ള പ്രധാനപ്പെട്ട അംഗങ്ങൾ ലൈംഗികോപകരണം നേരിടുമ്പോൾ ആ സംഘടനയുടെ തന്നെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്നൊരു അവസ്ഥയാണ്. നമ്മൾ പല രാഷ്ട്രീയ പാർട്ടികൾക്കും ഇല്ലാത്ത ഒരു മാതൃക ഞങ്ങൾ കാണിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എല്ലാ അംഗങ്ങളും രാജിവെക്കാൻ തീരുമാനിച്ച് പുതിയൊരു ഭരണസമിതിയെ തെരഞ്ഞെടുക്കാനുള്ള അഡ്ഹോക് കമ്മിറ്റിയായിട്ടും തുടരാൻ തീരുമാനിക്കുന്നത്. ഈ ശ്രീ മോഹൻലാൽ പറയുകയുണ്ടായി വിമർശിച്ചതിനും തിരുത്തിയതിനും നന്ദിയെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ അമ്മ സംഘടനയിൽ തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുകയാണോ കമ്മിറ്റി? അതാണല്ലോ ഇതിന്റെ അർത്ഥം. കാരണം അമ്മ സമിതിയിലുള്ളവരാണല്ലോ ഈ തെറ്റുകാരായിട്ടും കുറ്റാരോപിതരായിട്ടും വന്നിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് അങ്ങനെ തന്നെയല്ലേ പറയാ. അല്ലാതെ ഞങ്ങളെ പിന്തുണച്ചതിന് നന്ദിയാണോ പറയാ? അപ്പൊ വീഴ്ച പറ്റിയെന്ന് സമ്മതിക്കുന്നു അല്ലേ? വീഴ്ച പറ്റിയതുള്ള തെളിവ് ആയിക്കഴിഞ്ഞല്ലോ. പിന്നെന്താ നിങ്ങളെന്താ കൊട്ടിഘോഷിക്കുന്നു വീഴ്ച പറ്റിയത്? പിന്നെ നമ്മളായിട്ട് ഇത് ഇല്ലാന്ന് പറയണോ? ഞങ്ങൾ കൊട്ടിഘോഷിക്കുകയാണോ? ഉള്ള കാര്യമല്ലേ. നിങ്ങൾ കൊട്ടിഘോഷിച്ച് കച്ചവടം ചെയ്യാന്ന് എല്ലാവർക്കും അറിയാം. അത് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശരിയല്ല എന്നാണോ താങ്കൾ പറയുന്നത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശരിയായത് ആണെന്നാണല്ലോ എന്റെ പ്രസ്താവനകൾ കണ്ടതല്ലേ. നിങ്ങൾ മറ്റു പത്രങ്ങൾ നോക്കൂ, ഞങ്ങൾ പറയുന്നതൊക്കെ കാണൂ. അല്ല, മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. മാധ്യമങ്ങൾ ഇത് നിങ്ങളുടെ മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് കിട്ടുന്നവരൊക്കെ വിളിച്ചിട്ട് അഭിമുഖം നടത്തി ഒരു സീൻ ഉണ്ടാക്കുകയാണ്. അല്ലാതെ പറയാൻ പറ്റുമോ? അപ്പോൾ ഈ പ്രതികരിക്കുന്ന ആളുകളൊക്കെ ഇപ്പോൾ പ്രതികരിക്കുന്നത് അവർ അനുഭവിച്ച കാര്യങ്ങളല്ലേ ശ്രീ ജോയ് മാത്യു? അതിൽ നെല്ലും പതിരും ഉണ്ടാവും. ഇതൊരു പോലീസ് കേസൊന്നും ആയിട്ടില്ലല്ലോ. പോലീസ് കേസ് എടുത്ത സംഭവങ്ങളുണ്ട്, അറിഞ്ഞില്ലേ? എടുത്ത സംഭവങ്ങൾ നമ്മൾ അംഗീകരിക്കാം. അല്ലാത്തവരും ഒന്നും അത് പറയുന്നുണ്ടല്ലോ. അതല്ലേ ഞാൻ നിങ്ങളുടെ ചാനലിനല്ല കുറ്റപ്പെടുത്തുന്നത്, പൊതുവേ കേട്ടോ. അപ്പൊ എന്തായാലും ധാർമ്മികത മുൻനിർത്തിയുള്ള രാജിയാണല്ലേ? പിന്നെ ധാർമ്മികതയാണ് മെയിൻ, അല്ലാതെ നിൽക്കക്കള്ളി ഇല്ലാതെയുള്ള രാജിയല്ല. ഒരിക്കലുമല്ല. നിൽക്കക്കള്ളിയിലേക്ക് നമ്മൾ നാട് വിട്ടുപോലെ. ശരി, വളരെ